ഞാൻ ഇത്രയും കാശ് മുടക്കി ഇക്കാമ എടുത്ത് സൗദി അറേബ്യയിൽ വന്നിട്ട് എനിക്ക് എന്താ ജോലി കിട്ടാത്തത്? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിപ്പി ജ്യോതിഷ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ജോലി നോക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ഉപകാരപ്പെടും എന്ന് ഞാൻ പഠിച്ച് റിസർച്ച് ചെയ്ത് തെളിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗദി അറേബ്യയിൽ ഞാൻ എങ്ങനെ ഒരു ജോലി ഒപ്പിച്ചെടുക്കും, എങ്ങനെ എനിക്കൊരു ജോലി കിട്ടും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ല എന്നുള്ള വിഷമമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റെഫറൻസ്. സൗദിയിലേക്ക് വരുന്നത് മറ്റ് കൺട്രീസിലെ പോലെ തന്നെ നമുക്ക് വിസിറ്റ് വിസ എടുത്ത് വന്ന് ജോബ് സീക്കിംഗ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇക്കാമ എടുത്ത് റെസിഡൻസിൽ നിന്നുകൊണ്ടാണ് ജോബ് നോക്കേണ്ടത്. വിസിറ്റ് വിസ ഹോൾഡേഴ്സ് ജോബ് നോക്കുന്ന റൂളൊക്കെ നേരെ വേറെയാണ്. വിസിറ്റിൽ വന്ന് ഇവിടെ ജോബ് നോക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇല്ലീഗൽ. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം റെഫറൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. സൗദി അറേബ്യ ഒട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈറസ് ആണ് ഇപ്പോൾ റെക്കമെൻഡേഷൻ ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത്. ഞാനൊരു HR പ്രൊഫഷണലാണ്. സോ ഐ ക്യാൻ സേ കോൺഫിഡൻ്റ്ലി, ഞാനിപ്പോൾ ഒരു 10 CV എനിക്ക് കയ്യിൽ കിട്ടിയാൽ ഞാൻ എൻ്റെ സൗദിയോട് പറയാണ്, എൻ്റെ GM-നോട് പറയാണ് ഹീ ഈസ് ദ ബെസ്റ്റ് ഓർ ഷീ ഈസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു ആ ഒരു പ്ലേസ്മെന്റ്. ബിക്കോസ് എൻ്റെ റെക്കമെൻഡേഷനാണ് അവിടെ പ്രാധാന്യം. അതേപോലെ തന്നെയാണ് ഏതൊരു ഡെസിഗ്നേഷനിലേക്ക് നമ്മൾ ഏതൊരു പ്രൊഫൈലിനെ ചൂസ് ചെയ്താലും അവിടെ ഇരിക്കുന്ന പ്രൊജക്ട് മാനേജർ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരോ, ഇഫ് ഹി ഈസ് റെഡി ടു റെക്കമെൻഡ് ദിസ് CV, ഹി വിൽ ഗെറ്റ് ദ ജോബ് ഓർ ഷീ വിൽ ഗെറ്റ് ദ ജോബ്. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും നിങ്ങളുടെ സ്കിൽ ആൻഡ് നോളജ് ഇവയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ പോലും റെക്കമെൻഡേഷൻ ആൻഡ് റെഫറൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാക്സിമം കണക്ഷൻസ് ഉണ്ടാക്കി വെക്കുക. അത് ലിങ്ക്ഡിൻ ത്രൂ ആയിക്കോട്ടെ, നിങ്ങളൊരു ഒഫീഷ്യലിനെ നിങ്ങൾ ഡയറക്റ്റ് കണ്ടായിക്കോട്ടെ, ഒരാളുമായി, ഒരു വ്യക്തിയുമായി ഒരു പ്രൊഫഷണൽ ടച്ച്, ഒരു കോൺടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി വെക്കാൻ നിങ്ങൾക്ക് പറ്റിയോ, ദെൻ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഡോർ ടു ഗെറ്റ് ദ ജോബ്. ഇതായിരിക്കണം നിങ്ങൾ ജോബ് നോക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വേണ്ടുന്ന ഫസ്റ്റ് വെപ്പൺ. അതിന് പല വേസ് ഉണ്ട്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, നിങ്ങളൊരു ഓഫീസിൽ പോകുന്നു, നിങ്ങളൊരാളെ കാണുമ്പം യെസ് ട്രൈ ടു ബി ഇൻട്രാക്റ്റീവ്, അവരോട് സംസാരിക്കുക, അവരോട് അടുക്കുക, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ടിപ്പ് നമ്പർ 2, CV and its accuracy. Yes, I am sending CV to 1000 companies and why I am not getting selected? ഇതൊരു സർപ്രൈസിങ് ക്വസ്റ്റ്യൻ അല്ല. ബിക്കോസ് ഓഫ് യുവർ ഫോൾട്ട്. നിങ്ങളുടെ CV പക്ക ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം എന്നുള്ള നിങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ്. സോ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഒരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു മസ്റ്റ് ബി ക്ലിയർ അബൌട്ട് ATS. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാതെ ഒരു CV പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ട് ബി ഗെറ്റ് സെലക്ടഡ് ഇൻ എനി ഗുഡ് ഓർഗനൈസേഷൻസ്. സോ ഇപ്പോൾ ഉള്ള ഓർഗനൈസേഷൻസിലെല്ലാം പല പല സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊരു CV പഠിച്ച് മനസ്സിലാക്കി ആ CV ഓക്കെ ആണോ അല്ലയോ എന്ന് ചൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ATS എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലോണം റെഫർ ചെയ്തോ എങ്ങനെ ATS CV ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ATS ഒരു ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം CVസിൻ്റെ പ്രത്യേകത എന്താണ്. 2025 ജാനുവരി ഓൺവേർഡ്സ് 2025 നവംബർ ഐ വർക്ക്ഡ് ഇൻ വൺ കമ്പനി എന്ന് പറയും. നിങ്ങളൊരു കമ്പനി കൊടുത്തിട്ട് അടുത്ത എക്സ്പീരിയൻസ് നിങ്ങൾ കാണിക്കുമ്പം 2026 ഡിസംബർ അല്ലെ 2026 ഒക്ടോബർ എന്ന് കാണിക്കുമ്പം ഇടയ്ക്ക് ഒരു 1 year ആൻഡ് അബൌട്ട് 2 months അല്ലെ 1 monthന്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. സോ ആ ഒരു ഗ്യാപ്പ് എന്താണ് എന്ന് ആ CVയിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ഇത് മിക്ക ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണ്. മിക്ക ആളുകൾക്കും പറ്റുന്ന ഒരു ഫോൾട്ടാണ് ഈ പറയുന്ന ഒരു കാര്യം നോക്കാതെ CV ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു CV നമ്മളുടെ HRന്റെ കയ്യിൽ വന്നു കഴിയുമ്പം വൈ ദർ ഇസ് എ ഗ്യാപ്പ് എന്നുള്ളത് നമ്മൾ ശരിക്കും നോട്ട് ചെയ്യും. എന്തുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആൻഡ് യു ഹാവ് ടു കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഗ്രാമറ്റിക്കൽ ആൻഡ് സ്പെല്ലിംഗ് ആക്യുറസി. അത് പക്കയായിരിക്കണം. നമ്മളുടെ CVയിൽ ഒരു ഗ്രാമറ്റിക്കൽ എററോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വന്നു കഴിഞ്ഞാൽ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പേപ്പറാണ് CV എന്ന് പറയുന്നത്. അതിലൊരു മിസ്റ്റേക്ക് വന്നാൽ യെസ് ഷുവർ ദ കാൻഡിഡേറ്റ് ഈസ് ഹാവിങ് സം എറേഴ്സ് ഓൾസോ എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കും. അടുത്തത് നമ്മൾ CVയിൽ വെക്കുന്ന ഫോട്ടോ. നമ്മളുടെ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് അത് പ്രൊഫഷണൽ ഫോട്ടോ ആയിരിക്കണം. ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കണം. അല്ലാതെ എൻ്റെ കയ്യിൽ ഒരുപാട് CVs വരുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോ, ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോ, ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഫോട്ടോ, ഇതൊന്നും CVയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. തിരിഞ്ഞും മറിഞ്ഞും ഇരുന്നിട്ടുള്ള ഫോട്ടോസ് ഒന്നും CVയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ അനദർ റീസൺ ടു ബി ഗെറ്റ് റിജക്റ്റഡ്. അടുത്തത് CVക്ക് വലിയ ആർഭാടം ഒഴിവാക്കണം. ഇങ്ങനെ ചുറ്റിനും ബോർഡേഴ്സ് ഒക്കെ കളർഫുൾ ബോർഡർ ഒക്കെ കൊടുത്ത് ചില CV കയ്യിൽ കിട്ടുമ്പോൾ കാണാം ഇങ്ങനെ മുകളിൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള CVs. ബോർഡറിന്റെ സ്റ്റൈൽ ചെയ്യുന്നതാണ് നമ്മൾ ഈ AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. ആ വക CVs ഒന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് പോലും നോക്കാറില്ല. CV മസ്റ്റ് ബി പ്രൊഫഷണൽ, എപ്പോഴും പ്രൊഫഷണൽ ആയിരിക്കണം. ഓക്കെ. ആൻഡ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ കീവേഡ്സ്, നല്ല നല്ല സ്കിൽസ് മെൻഷൻ ചെയ്യണം.
നിങ്ങളുടെ സ്കില്ലിൽ നിങ്ങൾക്ക് കൂടുതലായുള്ള നിങ്ങളുടെ ഗുഡ് സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് പ്രോപ്പറായിട്ട് വെക്കുക. ഓൾസോ യു ഹാവ് ടു മെൻഷൻ യുവർ ഹോബീസ്, അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ഈ CV സെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് സിസ്റ്റം തുറന്നു നോക്കുമ്പം എനിക്ക് ആ ഒരു ടൈമിൽ വന്നിട്ടുള്ള കുറച്ച് CVs ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാൻ അധികം പറ്റിയെന്ന് വരത്തില്ല. സോ നമ്മൾ ഈ രാത്രിയിൽ അയക്കുന്ന CV, ഒരു ആഡ് കണ്ടു, ആ ആഡ് കാണുന്ന ഉടനെ ചാടി കയറി നിങ്ങളത് CV സെൻഡ് ചെയ്യരുത്. എപ്പോഴാണോ ഒരു ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 9 മണിക്കാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ രാവിലെ ഒരു 9-9:30 ആ ഒരു സമയത്ത് HR-ന് ഈ CV അല്ലെങ്കിൽ ദ പേഴ്സൺ ഹു ഈസ് ഹാൻഡ്ലിംഗ് ദാറ്റ് റിക്രൂട്ട്മെന്റ് അവർക്ക് ആ ഒരു ടൈം അവർ ആക്സസബിൾ ആവുന്ന സമയത്ത് CV സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി എ ബെറ്റർ, വി ക്യാൻ സേ 8 to 10 or 8 to 11 o'clock ഈസ് എ ബെറ്റർ ടൈം. ആ ഒരു സമയത്തൊക്കെ വരുന്ന CVക്കാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. ബിക്കോസ് നമുക്ക് താപ്പോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള സമയമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ വഴി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നമ്മൾ ഈ ആഡ് പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ വല്ലവരും വഴി നമ്മുടെ കയ്യിൽ വെറുതെ CV ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും, വേറൊരിടത്തേക്ക് മാറ്റി വെക്കും. അതുകൊണ്ട് തന്നെ CV സെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ. തലേ ദിവസം രാത്രിയിലോ അല്ലെങ്കിൽ വെളുപ്പം കാലത്തോ അങ്ങനെയുള്ള സമയങ്ങളിലോ നിങ്ങൾ CV സെൻഡ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ഇനിയത്തെ പ്രധാനപ്പെട്ട 4ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ ഫോളോ അപ്പ്, ടൈംലി ഫോളോ അപ്പ്. നിങ്ങളൊരു CV അയച്ചു കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 2 weeks അല്ലെങ്കിൽ 1.5 week കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യണം, പ്രോപ്പർ ഫോളോ അപ്പ് ചെയ്യണം. ഈവൻ ഇഫ് യുവർ CV is not get selected, the HR is getting that she or he is continuously following up about the application. എങ്ങനെയാകുമ്പോൾ നമ്മളൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കും. യെസ്, അവൾ അല്ലെങ്കിൽ അവൻ ആ ഒരു പൊസിഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ ആ പ്രൊഫൈൽ വീണ്ടും ചെക്ക് ചെയ്യും, റീചെക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാൻഡിഡേറ്റ്സ് ഉണ്ട്, നമ്മൾ ഓഫർ ലെറ്റർ കൊടുത്താൽ പോലും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഈ സാധനം തിരിച്ച് നമ്മുടെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഫോളോ അപ്പ് മസ്റ്റ് ആയിരിക്കണം. ഒരു 1 week അല്ലെങ്കിൽ ഒരു 1.5 week ഇറ്റ്സ് ഇനഫ്. ഒരു 1.5 week to 2 weeks ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ള കോൾ ബാക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഈ പറഞ്ഞ ഒരാഴ്ച ടൈം കൊടുക്കരുത്. ഒരു 2 days മാക്സിമം. അതിനകം നിങ്ങൾ തിരിച്ചും കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കണം, വാട്ട് ഈസ് അപ്ഡേറ്റ് എന്ന് ചോദിക്കണം. ഓക്കെ, സോ ഫോളോ അപ്പ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. 5ാമത്തെ കാര്യം, നോളജ് ഓഫ് CV. നിങ്ങൾ എന്താണോ CVയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നൊരു ബോധം വേണം. ചില ആളുകളുണ്ട് CV കൊണ്ടുവരും, ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ഈ CVയിലെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഹി ഡോണ്ട് നോ വാട്ട് ഹി മെൻഷൻഡ് ഇൻ ദ CV. അവർക്ക് അറിയത്തില്ല. നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം തപ്പുക, ഇങ്ങനെ തപ്പും. അങ്ങനെ തപ്പരുത്. ഓക്കെ, നമ്മളൊരു CV പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ CVക്കകത്ത് എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നുള്ള നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വെച്ചുകൊണ്ട് മാത്രമേ ഒരു CV പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനിയത്തേത്, നിങ്ങളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുക. യെസ്, ദ 6th point ഈസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഏറ്റവും പ്രോപ്പർ ആൻഡ് പ്രൊഫഷണൽ ആൻഡ് സിമ്പിൾ വേയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ പ്രസന്റ് ചെയ്ത് നോക്കിക്കേ, അവിടെ തന്നെ നിങ്ങളോടൊരു താല്പര്യം വരും ദ എംപ്ലോയറിന്. മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണോ നമ്മളെ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. CVയും നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ഓഫ് അവർ ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ് പ്ലസ് CV വിൽ ഗിവ് എ ബെറ്റർ ചാൻസ് ടു ഗെറ്റ് ദ ജോബ്. അത് വെരി വെരി ഒരു വല്ലാത്തൊരു മാജിക്കൽ സംഭവം തന്നെയാണത് കേട്ടോ. നല്ലൊരു CV ഉണ്ട്, അവനെ പറ്റി നല്ലോണം പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് നമുക്ക് അവിടെ യൂസ്ഫുൾ ആണ്. ദാറ്റ് ഈസ് റെക്കമെൻഡേഷൻ. മനസ്സിലായോ? ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രസന്റ് ചെയ്തേ, നല്ല രീതിയിൽ നിങ്ങളുടെ CV ഒന്ന് പ്രിപ്പയർ ചെയ്തേ. നിങ്ങൾ പോലും അറിയാതെ ആ ഒരു സമയത്ത് റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് വരും. യെസ്, ദ പേഴ്സൺ ഹു ഈസ് ഇന്റർവ്യൂവിംഗ് യു വിൽ റെക്കമെൻഡ് യെസ് ഹി ഓർ ഷീ ഈസ് ഗുഡ് ഫോർ ദിസ് ജോബ്. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്യും. എല്ലാവർക്കും ജോലി നോക്കുന്ന എല്ലാവർക്കും നല്ല ജോലി കിട്ടട്ടെ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. the market in Saudi is not easy to get a job like this. ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. ഏത് പ്രൊഫഷൻ എടുത്താലും കോമ്പറ്റീഷനാണ്. അപ്പം എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാനൊരു HR ആണ്. എനിക്കറിയാം എങ്ങനെ ഏത് രീതിയിൽ എവിടെ കൊണ്ട് കൊടുത്താൽ ഒരു സാധനം കിട്ടുമെന്ന്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് ആ ജോലി നല്ലൊരെണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി. ആദ്യം തന്നെ നല്ലൊരു ഹൈക്കിലൊക്കെ കയറാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ആദ്യം തന്നെ നല്ല വലിയൊരു ഫേമിൽ കയറാൻ പറ്റുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അല്ലാത്ത ആളുകൾ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ജോലികളാണ് നോക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ കുഞ്ഞു ടിപ്സ് ഉണ്ട്. അതുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും വേഗം കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി ബൈ.